സ്റ്റോറി ഭയങ്കര നല്ല എനിക്ക് ഇഷ്ടമായി. ലൈക്ക് റിയൽ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ലൈക്ക് നമുക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സ്കൂളിൽ കുട്ടികൾ എന്തായാലും ഇത് കണ്ടിരിക്കണം. ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ നല്ലൊരു നല്ലൊരു കണ്ടന്റ് ഉള്ള സിനിമയാണിത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കാണെങ്കിൽ പലപ്പോഴും എപ്പോഴും നടക്കുന്ന ഒരു സംഭവമാണിത്. വെൽക്കം ബാക്ക് ടു അമേസിംഗ് മൈസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ധന്യ തിയേറ്ററിലാണ്. കുരുവി പാപ്പ എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. ചേട്ടാ പടം എങ്ങനെയുണ്ട്? അടിപൊളി പടം. പടം എങ്ങനെ സൂപ്പർ പടം. ഇഷ്ടപ്പെട്ടാ? അടിപൊളി ഫാമിലി ആയിട്ടാണ് വന്നേ? അല്ല, ഇപ്പോഴത്തെ സമൂഹത്തിൽ നടക്കുന്ന വിഷയത്തെ കുറിച്ചല്ലേ പടം? ചെന്ന് എല്ലായിടത്തും സജസ്റ്റ് ചെയ്യൂ പടം കാണാൻ വരെ. പടം എങ്ങനെയുണ്ട്? അടിപൊളി പടം. കഥ നല്ല കൊള്ളാം. കണ്ണ് നിറഞ്ഞു തോന്നല്ലോ അല്ലേ? ഒരു വിവേചനം, കറുപ്പ് വെളുപ്പ് എന്നുള്ളൊരു വിവേചനം ഇപ്പോഴത്തെ സമൂഹത്തിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് വേഗത്തിൽ പറയാനുണ്ടോ? അത് നമ്മൾ സമൂഹത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള കഥാപാത്രവും ആ കഥയും. നല്ല സിനിമ, നല്ല ഫിലിം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനും ഇപ്പോഴത്തെ കുട്ടികളും കണ്ടിരിക്കേണ്ട സിനിമ. അതിൽ കൂടുതലായിട്ടാണെങ്കിൽ നമ്മുടെ കുടുംബം എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു വലിയൊരു ഇതാണ് നിങ്ങൾ തരുന്നത്. നല്ല സിനിമയാണ്. ഈ കറുപ്പും വെളുപ്പും ഒരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സമൂഹത്തിൽ. സ്കൂളിൽ കുട്ടികൾ എന്തായാലും ഇത് കണ്ടിരിക്കണം. കാരണം അവർക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഇത് പല കുട്ടികളും വീട്ടിൽ പറയാറില്ല. ഇത് പലപ്പോഴും ഉള്ളിലൊതുക്കുകയാണ് ചെയ്യാറുള്ളത്. കുറച്ച് പേരൻസ് മാത്രമേ അല്ലേ തിരിച്ചറിയാറുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ പേരൻസിനോടുള്ളൊരു തിരിച്ചറിവായിരിക്കും. ബേസിക്കലി ഞാനും ഇതണക്ക് അനുഭവിച്ച് വന്നിട്ടുള്ളതാണ്. ഐ മീൻ പണ്ട് തൊട്ടേ കൊച്ചിലെ എനിക്ക് ഇതണക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ബേസിക്കലി നല്ലൊരു തീമാണ്. അപ്പോൾ എല്ലാം ഐ മീൻ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ നല്ലൊരു നല്ലൊരു കണ്ടന്റ് ഉള്ള സിനിമയാണിത്. ഫ്രണ്ട്സിനോടൊക്കെ പറയുമോ കാണാൻ? തീർച്ചയായും പറയും. ഐ വുഡ് റെക്കമെൻഡ് ഇറ്റ്. സ്റ്റോറി ഭയങ്കര നല്ല എനിക്ക് ഇഷ്ടമായി. ലൈക്ക് റിയൽ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ലൈക്ക് നമുക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും അവരുടെ ചൈൽഡ്ഹുഡ് സമയത്ത്. എന്തായാലും ഓൾമോസ്റ്റ് എല്ലാവരും ഫേസ് ചെയ്യും. എല്ലാവരും ഇപ്പോഴല്ലേ കുറച്ചും കൂടി ബോഡി ഷേമിങ്ങിനെ പറ്റിയും ഒക്കെ ആൾക്കാർ ഇപ്പോഴാണ് ഓക്കെ തടി വെച്ചു അല്ലെങ്കിൽ കറുപ്പാണെന്നൊക്കെ പറയുമ്പം അത് അങ്ങനെയല്ല കാണണമെന്നുള്ള ഇപ്പോഴാണ് കുറച്ചുകൂടി ആൾക്കാർ വരുന്നത്. ആ സമയത്ത് ഈ ഒരു സിനിമ ആക്ച്വലി നല്ലതാണ്. ഈ ഒരു സിനിമ അതിനകത്ത് വളരെ ആ കുരുവി എന്ന് പറയുന്ന കുട്ടി ചെയ്തിരിക്കുന്നത് അതിൻ്റെ ജീവിതം തന്നെ. അപ്പോൾ അതെന്ന് പറയുന്ന വന്നവരാരും കരയാതെ പോയിട്ടില്ല. അപ്പം തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ ജനങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു കാര്യം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കാണെങ്കിൽ പലപ്പോഴും എപ്പോഴും നടക്കുന്നൊരു സംഭവമാണിത്. ഇപ്പോഴും നടക്കുന്നുണ്ട്. പണ്ട് എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത്, അതാണൊരു പ്രധാന കാരണം. ആ ഒരു കുട്ടിയാണെങ്കിൽ നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരുടെയും നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മോളെ പടം എങ്ങനെയുണ്ട്? നല്ല പടമായിരുന്നു. ഇഷ്ടപ്പെട്ടാ? പിന്നെ കരഞ്ഞായിരുന്നോ? ചെറുതായിട്ട് കരഞ്ഞല്ലേ? ഒരുപാട് ഇഷ്ടപ്പെട്ടല്ലേ? ഇന്നൊരു ഹായ് പറഞ്ഞേ. നല്ല രസമായിട്ട് കളിച്ച്. നമ്മുടെ ഈ പടം എങ്ങനെ ഉണ്ടായിരുന്നു? കുരുവിപ്പാപ്പ അടിപൊളി പടം. ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്ന ഒരു വിഷയം അവരെ ആസ്പദമാക്കി അല്ലേ? ഇനി എല്ലാവരും സജസ്റ്റ് ചെയ്യുമോ പടം കാണാൻ വരെ? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നല്ലതുപോലെ കാണുന്നത്. പുതുമയുള്ള പടം. ഫാമിലി ആയിട്ട് വന്നിട്ട് കാണാൻ പറ്റിയൊരു പടമല്ലേ? എല്ലാവർക്കും മനസ്സിന് ഫീൽ ചെയ്യുന്ന സമൂഹത്തിലുള്ളൊരു സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലുണ്ട്. നല്ല ഒരു അച്ഛനും അമ്മയും കുട്ടിക്ക് കൊടുക്കേണ്ട ആ ഒരു സപ്പോർട്ട്, ആ കുട്ടിയിലെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും ഒരിക്കലും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് കൊച്ചിലെ കിട്ടുന്ന ഒരു വിഷമം അവരുടെ ജീവിതത്തിൽ മാറത്തില്ല. അത് പേരൻസ് തന്നെ അത് തിരുത്തി കൊടുത്താലേ അവരുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകത്തുള്ളൂ. കാരണം വലിയവർക്ക് ചിലപ്പം പറയുന്ന കാര്യങ്ങൾ നിസ്സാരമായിട്ട് കളയാൻ പറ്റും. പക്ഷെ കുഞ്ഞ് മനസ്സിൽ കിട്ടുന്ന ആ ഒരു നോവെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അവസാനം വരെയും തിരുത്തിയില്ലെങ്കിൽ കിടന്നിരിക്കും.